ആരാ നടക്കണ വഴിക്ക് വണ്ടി ഇട്ടിരിക്കണേ? അറിയണോ അല്ലേ? ആരാ? ഞങ്ങൾ ആരാണെന്ന് തനിക്ക് മനസ്സിലായോ? അറിയാമേ, മക്കളല്ലേ. എടാ സന്ദീപേ, ഇയാള് നമ്മളെ തിരിച്ചറിഞ്ഞു. എടുക്കാൻ ഇനി തന്നെ ജീവനോടെ വെച്ചോണ്ടിരിക്കുന്ന പ്രശ്നമില്ല. നീ ആ പെട്രോളിംഗ് എടുത്തേ. ഞാൻ പാവോടെ. മരിച്ചുപോയ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിന്റെ പ്രതിമ ഞങ്ങളുടെ കവലയിൽ വെക്കണമെന്ന് കുറച്ച് നാളായിട്ട് വിചാരിക്കാം. അത് തന്നെ ആയിക്കോട്ടെ. അയ്യോ പാവോടെ. മുതൽ സമരങ്ങളൊന്നും ഇല്ലേ എന്നെ കാകണേ. സത്യം ഒരു സമയത്ത് ഞാനില്ല. ഞാനെന്തെങ്കിലും കൂലിപ്പണി എടുത്ത് ജീവിച്ചോളെ എന്നെ കാകണേ. അയ്യോ അങ്ങനെയെങ്കിൽ നമ്മൾ തമ്മിലുള്ള എല്ലാ പ്രശ്നവും ഇതുപോലെ. സമരം തീർന്നെങ്കിലും നമ്മുടെ പ്രശ്നങ്ങൾ തീരുന്നില്ല. 7ഓളം ബില്ലുകൾ ഇപ്പൊ പാസ്സാകാതെ കിടക്കുകയാണ്. ആ ഇനത്തിൽ നമുക്ക് വരാനുള്ളത് ലക്ഷക്കണക്കിന് രൂപയാണ്. കൈക്കൂലി കൊടുക്കേണ്ടടുത്ത് കൊടുത്താലേ ഇന്നത്തെ കാലത്ത് കാര്യങ്ങൾ നടക്കൂ. നിർത്ത്. അങ്ങനെ വളഞ്ഞ വഴി കൂടി കാര്യം നേടുന്ന സ്വഭാവം നമ്പ്യാർക്കില്ല. നേരായ അളവിൽ സിമെന്റും കമ്പിയും ചേർത്താണ് ഞാൻ ഓരോ ബിൽഡിംഗും പണിതിരിക്കുന്നത്. എടാ, യുക്തിവാദിയായ ഒരു മനുഷ്യനും ഒരിക്കലും സമൂഹത്തെ വഞ്ചിക്കില്ല. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. നമ്മൾ പണിത ഫ്ളാറ്റിൽ ചോർച്ചയുണ്ടെന്ന് പറഞ്ഞ് കമ്പനിക്കെതിരെ കേസായിട്ടുണ്ട്. ഈശ്വര, അങ്ങനെ അബദ്ധത്തിലാണെങ്കിലും വല്ലപ്പോഴും ഈശ്വരനെ വിളിക്ക. തുറന്നു പറയാലോ, സ്റ്റാഫുകൾക്ക് ഈ മാസത്തെ ശമ്പളം കൊടുക്കാൻ പോലും ക്യാഷ് റൈസ് ആയിട്ടില്ല. ആകെ പ്രശ്നങ്ങളാ. ഒന്ന് നിർത്തോ. വെറുതെ മനുഷ്യനെ പ്രാന്തുടിപ്പിക്കാൻ വേണ്ടി രാവിലെ പെട്രോളും കത്തിച്ച് വരും. ഈ പ്രശ്നങ്ങളല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാനില്ലേ? അല്ല, വിവരങ്ങളൊക്കെ ഞാൻ അറിയിച്ചെന്നേ ഉള്ളൂ. എന്തെങ്കിലും പരിഹാരം കണ്ടില്ലെങ്കിൽ കമ്പനി കൂട്ടേണ്ടി വരും. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ആ ചെല്ലേ. എല്ലാത്തിനും കാരണം നിങ്ങളുടെ യുക്തിവാദ ആണെന്ന് തന്നെ വെച്ചോടി. നീ ദിവസം വിളിക്കാറുണ്ടല്ലോ ദൈവമേ ദൈവമേ എന്ന്. വല്ല ഗുണമുണ്ടോ? ദേ കമ്പനി കൂട്ടാൻ പോവാ. നിങ്ങളായി നിങ്ങളുടെ പാടായി. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. യുക്തിവാദം പറഞ്ഞ് കുടുംബം നശിപ്പിക്കരുത്. അല്ലച്ചാ, അമ്മ പറയുന്നതിൽ കാര്യമുണ്ട്. എഴുന്നേരെ എഴുന്നേരെ എഴുന്നേരെ. ഈശ്വര വിശ്വാസം ബഹുമാനവും ഇല്ല. പിന്നെ അങ്ങനെ നന്നാവും. പറഞ്ഞായിരുന്നോ? കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറയായിരുന്നു. പോടാ പോടാ പോയി ഞാനാ പോടാ. യൂണിയൻ കൂടെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. വന്നൊരു യുക്തിവാദിക്ക് ഇവിടെ ജീവിക്കാൻ വയ്യാണ്ടായോ എന്റെ ദൈവമേ. എന്താ സുധർമ്മ ഇത്? നീ ഒന്നും കഴിക്കുന്നില്ലേ? എനിക്കൊന്നും വേണ്ട. എടോ, ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസങ്ങളാ വലുത്. നീ ഈശ്വരനെ വിശ്വസിക്കരുതെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ വിശ്വാസങ്ങൾ അടിച്ചേൽപ്പിക്കാനും ഞാൻ ശ്രമിച്ചിട്ടില്ല. എന്നിട്ടും എന്റെ വിശ്വാസങ്ങൾ ഈ കുടുംബത്തെ തകർത്തുവെന്ന് നീ പറഞ്ഞു. സാരമില്ല, എനിക്കൊരു തകർച്ച വന്നപ്പോ ജീവിതത്തിൽ ആദ്യമായി നീ എന്നെ കുറ്റപ്പെടുത്തി, വേദനിപ്പിച്ചു. ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ഭർത്താവിനെ തലോടി ആശ്വസിപ്പിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ തള്ളിപ്പറയാതിരുന്നുകൂടെ? വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല, പേടി കൊണ്ട് പറഞ്ഞതാ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കഷ്ടകാലം വരുമോ? ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങളല്ലേ? നമ്മുടെ കുടുംബത്തിൽ എന്തൊക്കെയോ ദോഷങ്ങളുണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് പ്രശ്നം വെച്ച് നോക്കിയാലോ? എന്റെ സുധർമ്മേ, അതൊക്കെ അന്ധവിശ്വാസങ്ങളാ. ഈ ജ്യോതിഷം മഷിനോട്ടം എന്നൊക്കെ പറയുന്നത് വെറും കപടശാസ്ത്രങ്ങളാ. ഇപ്പൊ മനുഷ്യനെ പറ്റിക്കാൻ ടിവിയിലും തുടങ്ങിയിട്ടുണ്ട്. അജ്ഞാതം, അവർണനീയം, പത്രക്കാര വകയായിട്ട് വാരഫലം. മോശം. നിങ്ങൾ പറയുന്ന ഒന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി അറിവൊന്നും എനിക്കില്ല. സിമന്റ് നേരാവണ്ണം ചേർത്തിട്ടും കെട്ടിടം ചോരുന്നു. സത്യസന്ധമായി ഓരോ പണി ചെയ്തിട്ടും ബില്ല് പാസ്സാകുന്നില്ല. സർവത്ര കാര്യങ്ങളിലും തടസ്സം തന്നെ. അതൊക്കെ ശരിയാവൂടോ? ഒന്നും ശരിയാകാൻ പോകുന്നില്ല. ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ എതിരെ പറയൂ, പ്രത്യേകിച്ചും ദൈവകാര്യത്തിൽ. നമ്മുടെ മക്കളെ ഓർത്തെങ്കിലും നിങ്ങളിത് ചെയ്യണം. എന്റെ മനസ്സമാധാനത്തിന് ഉപേക്ഷ പറയരുത്. ശരി, വിശ്വാസമില്ലെങ്കിലും നിന്റെ ആഗ്രഹത്തിന് ഈ ഒരു പ്രാവശ്യം ഞാൻ കൂട്ടുനിൽക്കാം. ഒരു പ്രശ്നത്തിലൂടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറുകയാണെങ്കിൽ നീ പറയും പോലെ ഒരു ഈശ്വര വിശ്വാസിയായി ഞാൻ ജീവിച്ചോളാം. അതല്ല എങ്കിൽ മേലിൽ ഇത്തരം കാര്യങ്ങൾക്ക് എന്നെ നിർബന്ധിക്കരുത്. സമ്മതിച്ചു. എങ്കിൽ നീ തന്നെ ജോലിസിനെ വിളിച്ചു വരുത്തി പ്രശ്നം വെപ്പിച്ച് നമ്മുടെ പ്രശ്നം മാറ്റ്. പിന്നെ അതൊരു പ്രശ്നമാകരുത്.
Shut up, Tipu. Shut up. എന്നെ ചാടിക്കുന്ന പോലെ തന്നെ പട്ടികളെയും കട്ട. നീ ഹിറ്റ്ലറെ നോക്കൂ, ഇവൻ എത്ര പാവമാണ്. ഇവനെ പോലെ നിനക്കും അനുസരണയോടെ നടന്നൂടെ? Only 4 biscuits for you. ഒരെണ്ണം എനിക്ക് വന്നിരുന്ന എന്റെ ആരോഗ്യം മെച്ചപ്പെട്ടേനെ. എക്സ്ക്യൂസ് മീ, സുസോലിന്റെ വയറിന് സുഖമില്ലാഞ്ഞിട്ടാണ് കേട്ടോ. അസുഖം മാറിയിട്ട് ഇറച്ചിയൊക്കെ തരാം. ഓക്കെ? ഈ പട്ടിമുറ്റത്ത് വന്നേ പിന്നെ ഇറച്ചി കണ്ട കാലം ഞാൻ മറന്നു. ഓ മൈ ഡിയർ ക്ലിയോപാട്ര, ഇന്നലെ രാത്രി ആന്റിബാർ തന്നിട്ട് വൈറ്റ് ചെയ്ത് പോയോ? അത് ദിവസം എനിക്ക് തരുന്നുണ്ടല്ലോ. വളയം പിടിക്കുമ്പോ വയറ്റിന്ന് പോകുന്ന ആരെങ്കിലും അറിയുന്നുണ്ടോ? ഞാൻ കണ്ട പ്രാന്താണ്. ആ പട്ടികളോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ 100-ൽ 1 അംശം ഈ ഡ്രൈവറോട് കാണിച്ചാൽ മതിയായിരുന്നു. ഓമനക്കുട്ടാ, കുറയ്ക്കണ്ട, ദാ വരുന്നേ. ഇങ്ങനൊരു മനുഷ്യൻ. എന്താ സാർ? എന്താ സാർ? ഞാൻ കുറച്ച് കഴിയുമ്പോൾ ടിപ്പുവിനെ ഡോഗ് ഷോയ്ക്ക് പോകും. ആ. നീ നമ്മുടെ പട്ടികളെയൊക്കെ ഒന്ന് കുളിപ്പിച്ചേക്കണം. ഞാൻ പല പ്രാവശ്യമായി സാറിനോട് പറയുന്നു, പട്ടികളെ കുളിപ്പിക്കാനും ചിരിപ്പിക്കാനും കൂട് കഴുകാനും ഒക്കെ വേറെ ആരെങ്കിലും വെക്കണമെന്ന്. ഞാനൊരു ഡ്രൈവറല്ലേ സാർ? എനിക്ക് സമയമില്ലാത്തപ്പോൾ മാത്രമല്ലേ നിന്നെ ഈ കാര്യങ്ങളിൽ ഏൽപ്പിക്കാറുള്ളൂ. ഇനി സത്യം പറയാമല്ലോ സാറേ, ഈ പട്ടികളെന്ന് പറഞ്ഞാൽ എനിക്ക് അറപ്പും വെറുപ്പുമാണ്. Shut up. നീ വേണേ എന്നെ പുച്ഛിച്ചോളൂ, ഞാൻ ക്ഷമിക്കാം. പക്ഷേ പട്ടികളെ പുച്ഛിക്കരുത്. ലോകത്തെ ഏറ്റവും നന്ദിയുള്ള വർഗമാണ് പട്ടികൾ. പക്ഷേ എല്ലാവരും പട്ടികളെ തരം താഴ്ന്ന ജീവികളായിട്ടാണ് കാണുന്നത്. ഇറങ്ങി പോണ പട്ടി. മുതലാളി, എന്റെ പേര് നിന്റെ പട്ടി കിട്ടോ ഞാൻ തൊഴിലാളിയാണ്. എന്നൊക്കെ പറയുന്നത് ഈ തരം താഴ്ത്തലിന്റെ ഉദാഹരണങ്ങളാണ്. ആഹാ. മനുഷ്യരെക്കാളേറെ പട്ടികളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നാട്ടുകാരെന്നെ പട്ടി മേനോൻ എന്ന് വിളിക്കുന്നത്. ആ. അയ്യോ. ആ വിളി കേൾക്കുന്നത് എനിക്ക് സന്തോഷമാണ്. ഒരു സുരകസ്നേഹിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. ആ. നിനക്കറിയാമോ, എന്റെ ഭാര്യ മരിച്ചിട്ട് പോലും ഞാൻ കരഞ്ഞില്ല. പക്ഷേ എന്റെ എലിസബത്ത് മരിച്ചപ്പോൾ ഞാൻ കരഞ്ഞു. എലിസബത്ത് രാജ്ഞിയോ? അവര് മരിച്ചോ? എപ്പോ? എലിസബത്ത് രാജ്ഞിയല്ലടോ, ഏലം കുളത്തുനിന്ന് വായിച്ച വളർത്തതായി എലിസബത്ത്. ആഹാ. ആ ഇത് ഈ ജന്മം ശരിയാവില്ല. കഷ്ടം. ഒരുത്തൻ എന്റെ മുഖത്ത് നോക്കി പട്ടി എന്ന് വിളിച്ചാൽ ആ കോംപ്ലിമെന്റിന് ഞാൻ ഷേക്ക് ഹാൻഡ് കൊടുക്കും. Bloody rascal. ഞാനിവിടെ പട്ടിയായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. തല്ലിന് പകരം തലോടൽ കിട്ടിയാൻ. ഭാഗ്യമുള്ള പട്ടികൾ, ഭാഗ്യമില്ലാത്ത ഈ ഡ്രൈവർ. ഹലോ, മേനോൻ സ്പീക്കിംഗ്. അച്ഛാ, ഇത് ഞാനാ, സുധർമ്മ. ഇവിടെ ആകെ പ്രശ്നങ്ങളാ. ആ, ഓഹോ, എന്നിട്ട് സമ്മതിച്ചോ? മോളെ വിഷമിക്കണ്ട, എല്ലാം ശരിയാകും. അച്ഛൻ ഇന്ന് വേറെ ചില എൻഗേജ്മെന്റ്സ് ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ഫാമിലി ജോൽസൻ തങ്കുവാശാനില്ലേ, അയാളെ ഞാൻ അങ്ങോട്ട് അയക്കാം. എന്താ പോരെ? പെട്ടെന്ന് തന്നെ വേണം. ആ ശരി.